ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്സ്റ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തംബ്നെയിൽ കണ്ട പോലെ ഒരു ഫസ്റ്റ് ഡേ ഇൻ പ്രീ സ്കൂളാണ് ദേവുവിൻ്റെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു എന്താ പറയുക, ഒരു ഹാപ്പി എന്ന് പറയണോ ഇമോഷണൽ എന്ന് പറയണോ അങ്ങനെ ഒരു വ്ളോഗായിരിക്കും കേട്ടോ. അപ്പം ദേവുവിന് 3.5 വയസ്സായിട്ടോ. അപ്പോൾ അവളെ ഇവിടുത്തെ പ്രീ സ്കൂളിൽ ചേർത്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് കാണും, അമേരിക്കയിൽ എങ്ങനെയാണ് സ്കൂളിങ്, എങ്ങനെയാണ് സ്കൂളിലെ നമ്മുടെ നാട്ടിലെ പോലെയാണോ LKG UKG പ്ലേ സ്കൂളോ അങ്ങനെയൊക്കെയാണോ, എങ്ങനെയാണ് സ്റ്റാർട്ടിങ്, അതിനെന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെ പോവാ നമ്മള്? സ്കൂളിലാണോ? എക്സൈറ്റഡ് ആണോ? സ്കൂള് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് കുട്ടികളും ടീച്ചേഴ്സും പേരൻസും എല്ലാം കൂടെ ഒന്ന് മീറ്റ് ചെയ്യാൻ ഒരു ദിവസം വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ദേവുവിന്റെ ഔട്ട്ഫിറ്റ് ആണ് ഇത്. ബാഗ് ഉണ്ട്, പക്ഷെ അതിന്ന് വേണ്ട കേട്ടോ. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ടീച്ചറിനെയൊക്കെ കാണാൻ പോവാ. കേറ് ബാ. സ്കൂളിൽ പോകാൻ എക്സൈറ്റഡ് ആണ്? അല്ല മോനെ, സ്കൂളിൽ ചെല്ലുക. ഇന്ന് ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോവാ. പിന്നെ ക്ലാസ് റൂം കാണണം. ഇഷ്ടാണോ? പറ, ഇഷ്ടാണോ? തന്നെത്താനെ നിക്കണ്ട, ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവിടെല്ലോ. ഫ്രണ്ട്സ് നോക്കിക്കോളൂ. ഓക്കെ ആണോ? അതെന്താ? അങ്ങനെ ദേവുട്ടി ഇന്ന് സ്കൂള് കാണാൻ പോവാണ്. സ്കൂൾ ഓൾറെഡി നമ്മൾ അഡ്മിഷൻ്റെ ടൈമിൽ പോയി കണ്ടതാ, പിന്നെ പോയിട്ടില്ല. അപ്പം ഇന്ന് ഇവർക്ക് ചുമ്മാ ക്ലാസ്സിലൊക്കെ ഒന്ന് വരിക, ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങ് വരാം, പെട്ടെന്ന് തന്നെ വരാം. ക്ലാസ് ഒന്നുമല്ല, ഇവർക്കല്ലെങ്കിലും ക്ലാസ് ഒന്നും ഇല്ല, വെറുതെ കളിക്കാൻ അത്രേ ഉള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് പോയി എല്ലാവരും മീറ്റ് ചെയ്തിട്ട് ഞങ്ങളിന്ന് തിരിച്ചു വരും. എന്നിട്ട് ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് പോലെ തുടങ്ങും. ഹലോ, വെൽക്കം ടു സ്കൂൾ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വെൽക്കമിങ് ഡേ ആട്ടോ, ടീച്ചേഴ്സ് മീറ്റപ്പ് എന്ന് വേണം നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ദേവു ഇന്ന് പെയ്ഡ് പ്രീ സ്കൂളിലാണ്. അതുകൂടാതെ VPKയിലെ കുട്ടികളും ഉണ്ട് കേട്ടോ. VPK എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ LKG UKG ചേർത്ത ഒരു ക്ലാസ് ഇവിടെ, അതാണ് പ്രീ കെ അല്ലെങ്കിൽ VPK എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ കുട്ടികൾക്ക് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ പഠിക്കാനുള്ള എല്ലാ എസെൻഷ്യൽ ഐറ്റംസും ഇന്ന് അവർക്ക് കൊടുക്കും കേട്ടോ. ഫ്രീ ആണ്, എല്ലാം കൊടുക്കും. അതായത് ബുക്സ്, സ്കെച്ച്, ക്രയോൺസ്, പിന്നെ ഒട്ടിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവർക്ക് ഇന്ന് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ. പക്ഷേ ഇവൾക്ക് അതില്ല, കാരണം ഇവള് പ്രീക്ക് ആയില്ല. അതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഒരു ഫോം മാത്രം അവർ നമ്മളെ കൊണ്ട് പൂരിപ്പിക്കും, എന്തോ ഇൻഫ്ലുവൻസാടെ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് പോലെ. അത് മാത്രം അവൾ വാക്സിൻ എടുത്തെന്നൊക്കെ ഉള്ളതിൻ്റെ ആയിരിക്കണം. അപ്പോൾ അത് എല്ലാം പൂരിപ്പിച്ച് നമ്മൾ ക്ലാസ്സിലോട്ട് കയറി കേട്ടോ. ക്ലാസ്സിൽ ആദ്യം കയറി ചെന്ന് നമ്മൾ ക്ലാസ് ഒന്ന് പരിചയപ്പെടുത്തുവാണ് കുട്ടികളുമായിട്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കിച്ചൺ സെറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ മിക്കവാറും എല്ലാ കുട്ടികളും ആ ഭാഗത്തായിരിക്കും കാണുന്നത് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനകത്ത് ബാക്കി കുട്ടികളെ അധികം കാണിക്കാതിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെ എനിക്ക് ദേവുവിനെ കാണിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ അതുപോലെ ആയിരിക്കത്തില്ല ബാക്കി കുട്ടികൾ. അപ്പോൾ അവരുടെ പേരൻസിന് അത് താല്പര്യം കാണത്തില്ല. അപ്പം മാക്സിമം അവരെ കാണിക്കാത്ത രീതിയിൽ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ടീച്ചറിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് എടുക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ എടുക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ മറ്റു കുട്ടികൾ എടുക്കുന്ന അവരുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഇത് കണ്ടില്ലേ, ഒരു കാലണ്ടർ പോലെ വെച്ചിട്ടുണ്ട്. അപ്പം ദേവുവിൻ്റെ പേരും അവളുടെ December 21 ആണ് ബർത്ത്ഡേ, അതൊക്കെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ കുട്ടികൾക്കും കബോർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദേവുവിൻ്റെ കബോർഡ് ഇതാണ്, അവന്തിക എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഓറഞ്ച് ഫിഷ്
പിന്നെ അതുപോലെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഓടി നടക്കാനായിട്ട്, കുട്ടികൾ പടം വരയ്ക്കാനൊക്കെ ഉള്ള ഒരു ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇവിടുന്ന് ഒരു ഫയല് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഫയലിൽ എന്തൊക്കെയുണ്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം കേട്ടോ. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 20 കുട്ടികളെ ഉള്ളൂ. അപ്പോൾ ഈ 20 കുട്ടികളെ ഉള്ളത് കൊണ്ട് തന്നെ ലിമിറ്റഡ് സീറ്റ് ആയിരിക്കും, നമുക്ക് കിട്ടാൻ ഭയങ്കര പാടുമായിരിക്കും. ഞങ്ങൾ തന്നെ ഒരു 7-8 മാസം മുന്നേ ബുക്ക് ചെയ്തത് കൊണ്ടാണ് ഇത് കിട്ടിയത്. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആ സീറ്റ് ബുക്ക് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം, അത്രയേ ഉള്ളൂ. കാരണം ലിമിറ്റഡ് സീറ്റാണ് അവിടെ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയതാ കേട്ടോ. പിന്നെ ഇവിടെ ചേരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കണം കുട്ടികൾക്ക് കേട്ടോ, അതും നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ കുട്ടികളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 7-8 മാസം മുന്നേ തന്നെ, അതായത് ഇവിടുത്തെ സ്കൂളിലെല്ലാം സ്റ്റാർട്ട് ആകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം, അതിനൊരു 7-8 മാസം മുന്നേ തന്നെ നിങ്ങൾ അതിൻ്റെ അഡ്മിഷൻ എല്ലാം എടുത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഓരോ സ്കൂളിലെ അഡ്മിഷനും ഓരോ രീതിയിലായിരിക്കും. അപ്പം അതൊക്കെ ഓരോന്നിൽ തിരക്കിയിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ. ദേവുന് ചേർത്തേക്കുന്നത് പെയ്ഡ് പ്രീ സ്കൂളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീസ് കൊടുക്കണം. പക്ഷെ നമ്മുടെ നാട്ടിലെ അംഗൻവാടിയൊന്നും നമ്മൾ ഫീസ് ഇല്ലല്ലോ. പക്ഷെ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ സ്കൂളുണ്ടല്ലോ, അതായത് LKG UKG ചേർത്ത് VPK ആണ് ഇവിടെ. അതിന് തൊട്ട് കുട്ടികൾക്കൊന്നും ഫീസില്ല, എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷെ നാട്ടിലെല്ലാം നമ്മൾ ഫീസ് കൊടുക്കണമല്ലോ. അപ്പോൾ അതാണ് മെയിനായിട്ടൊരു വ്യത്യാസം വരുന്നുള്ളത് കേട്ടോ. പിന്നെ ആണെങ്കിൽ അവൾക്ക് സ്കൂളെല്ലാം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എന്താ പറയുന്നത്, ഗ്രൗണ്ട് ഞാൻ കാണിച്ചില്ലേ നേരത്തെ, ഗ്രൗണ്ടുണ്ട്, അതുപോലെ തന്നെ ടോയ്സ് എല്ലാം അവൾക്ക് അതുകൊണ്ട് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. എന്തൊക്കെ കണ്ടവിടെ? ഫ്രണ്ട്സിനെ കണ്ട? ദേവുവിന്റെ ക്ലാസ്സിലെ 2 ട്വിൻസ് ഉണ്ട്. ഒരു ബോയ്സ് ട്വിൻസും ഒരു ഗേൾസ് ട്വിൻസും ഉണ്ട്. അയ്യോ വരണ്ടാന്ന്. ബോയ്സ് എല്ലാരും വേണം, ബോയ്സും ഗേൾസും എല്ലാം വേണം. ഇനി കാണിക്കുന്നത് അടുത്ത ദിവസത്തെ വീഡിയോ ആട്ടോ. നമ്മളൊരു ഹെയർ കട്ടിന് പോവാണ് മോളുടെ. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഒരു 2-3 കാര്യം പറയാൻ വിട്ടുപോയി. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോയ സമയത്ത് തന്നെ ടീച്ചേഴ്സ് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സൗകര്യക്കുറവോ തോന്നുവാണ്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടിക്ക് ഇന്ന കെയർ വേണം, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചായിരുന്നു. പിന്നെ അവരൊരു ഫയൽ തന്നിട്ടുണ്ട്. ആ ഫയലിനകത്ത് A to Z എല്ലാ ഫോമും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നും ടീച്ചർ ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം ഫില്ല് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയെന്നും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ദേവുവിനോട് ചോദിക്കുവാണ്, ഇത് വേണോ, ഈ ഹെയർ കട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആൾ ഇച്ചിരി നെർവസ് ആണ്. ഹെയർ കട്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഒരു നമ്മുടെ ഫ്രണ്ടിനോട് തിരക്കിയിട്ട് ഒരു ഹെയർ സലൂണിലാണ് ബുക്ക് ചെയ്തത്. കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹെയർ സലൂൺ, അവിടോട്ടാണ് പോകുന്നത്. അവിടുത്തെ പ്രത്യേകത നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഹെയർ സലൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് കയറി കഴിഞ്ഞാൽ ഹെയർ സലൂൺ ആണോ എന്ന് തോന്നത്തില്ല. ശരിക്കും ഒരു പാർക്ക് പോലെയാണ്. കുട്ടികൾക്ക് എല്ലാ കളിപ്പാട്ടവും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അവൾക്ക് ആ പേടിയൊക്കെ അങ്ങ് മാറി കേട്ടോ. വന്ന് അവിടെ കുറേ കളിപ്പാട്ടമൊക്കെ കളിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അവളുടെ ആ പേടി അങ്ങ് കുറഞ്ഞു. പിന്നെ അവിടുത്തെ ആൾ വന്നിട്ട് അവളുടെ ആണെങ്കിൽ തലയൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഭയങ്കര ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര സുഖമായിരുന്നു വെള്ളം ഒഴിച്ചപ്പോഴെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആള്. നല്ല രസമായിരുന്നു, തണുക്കുന്നുണ്ട്. ഓക്കെ നല്ലതാ.
job. Now I'm gonna use some conditioner, okay? You ready for it? Don't sit up, because you're gonna get soaked. അങ്ങനെ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതിന് മുന്നേ തന്നെ ആളൊരു കളിപ്പാട്ടമൊക്കെ എടുത്ത് മോളുടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ആളുടെ ആ ഒരു മൈൻഡ് ഡൈവേർട്ട് ആയിട്ട് ആ കളിപ്പാട്ടത്തിലോട്ടായിരുന്നു ശ്രദ്ധ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആള് തന്നെയാണ് ആ സീറ്റൊക്കെ സെലക്ട് ചെയ്തത്. ഈ ഒരു എയറോപ്ലെയിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൽ തന്നെ കുട്ടികളോട് ചോദിക്കുക ഏതിനകത്താണ് ഇരിക്കേണ്ടത് ചോദിച്ചിട്ടാണ് അതിലിരുത്തുന്നത്. ഞങ്ങൾ അധികം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരറ്റം മാത്രം 1 ഇഞ്ച് കുറച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി, അധികം ഹൈറ്റ് ഒന്നും ലെങ്ത് ഒന്നും കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ തന്നെയാണ് ഈ ബ്രെയ്ഡ് ഒക്കെ ചെയ്തത്. അപ്പോൾ അവർ ആ കട്ട് ചെയ്ത് കഴിഞ്ഞ് അവർ തന്നെ വളരെ പെട്ടെന്ന്, അതായത് ഒരു 5 മിനിറ്റ് പോലും അവർ എടുത്തില്ല, വേഗം അവർ നന്നായിട്ട് ഇതുപോലെ ബ്രെയ്ഡൊക്കെ ചെയ്ത് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് അവരെന്ത് ചെയ്തു, റിബൺ അവളോട് ചോദിച്ച് ഏത് കളറാണ് വേണ്ടതെന്ന് ചോദിച്ച് ആ റിബൺ എടുത്ത് കെട്ടി. പിന്നെ അവളോട് ചോദിച്ച് ഗ്ലിറ്റേഴ്സ് വേണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഗ്ലിറ്റേഴ്സ് വേണമെന്ന് അവൾ പറഞ്ഞനുസരിച്ച് ഗ്ലിറ്റേഴ്സ് ഒക്കെ തേച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അത് കണ്ടിട്ട്. ഇപ്പം മുടി നന്നായിട്ട് നനഞ്ഞിരിക്കുക കേട്ടോ. നനവോടുകൂടിയാണ് അവരത് കിട്ടിയത്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അവളുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു ഫൈനൽ ലുക്ക്. ഇപ്പം എന്താ ഇതേപോലെയാണ് അവളുടെ മുടി ഇരിക്കുന്നത്. നേരത്തെ അതിങ്ങനെ കയറി ഇറങ്ങിയായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു അത്. അതിന് ശേഷം ഇതെന്ന് പറഞ്ഞാല് നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസം കേട്ടോ. അന്നാണെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെട്ട ഇടിയപ്പമാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം ഇനി കഴിച്ചില്ലെങ്കിലോ എന്ന് പേടിച്ച് ഞാൻ ഇഷ്ടപ്പെട്ട ഇടിയപ്പം തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ചു. ഇതിന് മുന്നത്തെ ഒരു ദിവസം നമ്മൾ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ. പക്ഷെ എന്താ അന്നത്തെ ദിവസം പോവാഞ്ഞെന്ന് വെച്ചാല് ഇവിടെ ആണെങ്കിൽ അമ്പലം തുറക്കുന്നത് 10 മണിയൊക്കെ ആവും രാവിലെ. പക്ഷെ അവൾക്ക് അവിടെ 8 മണിക്ക് എണ്ണിക്കുകയും വേണം. സോറി, എണ്ണിക്കുകയല്ല കേട്ടോ, 8 മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ സ്കൂളിൽ എത്തത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിന് തലേ ദിവസം ജസ്റ്റ് അമ്പലത്തിൽ പോയി മോളെ കൊണ്ട് തൊഴുതിച്ചിട്ട് ആണ് ഇന്ന് അമ്പലത്തിൽ പോകുന്നത്. ഇതാണ് അവൾ ഇട്ട ഔട്ട്ഫിറ്റ്. പിന്നെ അവളുടെ ഫേവറേറ്റ് ബ്ലൂയിൻ്റെ അല്ലേ, ബ്ലൂയിൻ്റെ ആണെങ്കിൽ ബാഗും ആയിരുന്നു കേട്ടോ ഇത്. അപ്പൊ ആളിപ്പോ ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ചെറിയ ടെൻഷനിലായിരുന്നു കേട്ടോ. ഇനി അവിടെ ചെല്ലുമ്പോ കരയോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ടെൻഷൻ എന്റെ അടുത്തുണ്ടായിരുന്നു. ഇവിടെ പോയിട്ട് എന്തെടുക്കും? കിച്ചൺ സെറ്റ് കളിക്കാനല്ല പോകുന്നത്, എല്ലാ സാധനങ്ങളും കളിക്കണം. ഹലോ, ബ്ലോക്സ് ഉണ്ടോ? പിന്നെ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവിടുക കേട്ടോ. ഇവിടെ ആരെ നമ്മൾ പ്രീ സ്കൂളിലെ കുട്ടികളെ ഒന്നും നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവിടേണ്ട ആവശ്യമില്ല കേട്ടോ. അവർ നമ്മുടെ കാറിൽ വന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് പൊക്കോളും. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, അവരുടെ നെയിം സ്ലിപ്പുള്ള ഒരു എന്താ പറയുന്ന ഒരു കട്ടിങ് അവർ തരും, അത് കാണിച്ചാൽ മതി. അവർ വന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് പോയി നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വിളിക്കാൻ വരും ഇതുപോലെ തന്നെ നമ്മൾ സൈൻ ചെയ്ത് വേണം കുട്ടീനെ വാങ്ങിക്കാൻ കേട്ടോ. അപ്പം പക്ഷെ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അങ്ങ് വിടാമെന്ന്. അങ്ങനെ വീട്ടാൻ നേരത്തെ ആള് സത്യത്തിൽ ടീച്ചറിൻ്റെ കൂടെ പോയില്ല കേട്ടോ. കരഞ്ഞൊന്നുമില്ല, പക്ഷേങ്കിൽ ടീച്ചർ വിളിച്ചിട്ട് പോയില്ല. അവസാനം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെ ക്ലാസ്സിലോട്ട് കൊണ്ട് വിടാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ആയി. ക്ലാസ്സിൽ കയറി ചെന്നപ്പോഴത്തേക്ക് ടീച്ചറാണെങ്കിൽ സത്യത്തിൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോയി. അപ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് വെച്ച് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ടീച്ചർ പെട്ടെന്ന് ഹായ് നല്ല രസമുണ്ടല്ലോ, ബ്രേസ്ലെറ്റ് കാണാൻ രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ട്രിക്ക് ചെയ്ത് ആളെ അകത്തോട്ട് കയറ്റി കേട്ടോ. എന്നിട്ട്
ഞങ്ങൾ പക്ഷെ പോയില്ല. ഞങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നാൽ മതി, അതിലെ കൂടെ നോക്കിയാൽ കുട്ടികളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ തന്നെ കാണാൻ പറ്റും. അവൾക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് അവളെ കാണാം. അതുകൊണ്ട് പിന്നെ അവളെ നേരത്തെ ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, അവളുടെ നെയിം എഴുതിയ ഒരു സ്റ്റിക്കർ അവർ തരും കേട്ടോ. അപ്പോൾ അത് അവൾക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസത്തേക്ക് ടീച്ചറിന് അവളുടെ പേരൊന്ന് ഫെമിലറൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ വെളിയിൽ കുറച്ചു നേരം ഇരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പോയി കേട്ടോ. എന്നിട്ട് അവള് ഒരു 11 മണി വരെയൊക്കെ, 11:30 വരെ ഉള്ളൂ ക്ലാസ്, 8:30 തൊട്ട് 11:30 വരെ ഉള്ളൂ. 11 മണിയാകുമ്പോഴത്തേക്ക് അവരെ പാർക്കിൽ, അതായത് ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. അവിടെ സീസോയും സ്ലൈഡിലും ഒക്കെ കയറ്റി 11:30 ആകുമ്പോഴാണ് അവരെ വിടുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് വിടാൻ നേരത്ത് ചെന്നപ്പോഴത്തേക്ക് ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ടീച്ചറിൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നു, എൻ്റെ ഭാഗ്യമാണ് അതെന്നൊക്കെ പറയുന്നു. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്നിട്ട് കയറി വന്ന പാടെ തന്നെ ആള് ഞങ്ങളെ കാണിച്ചു, ആള് വരച്ച ഡ്രോയിങ് ഏതാന്നൊക്കെ കാണിച്ചു. ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. കരച്ചിലും ഒന്നും ഇല്ലായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, സ്കൂളിൽ നിന്ന് തന്ന ഒരു ഫയൽ, ആ ഫയലിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നുള്ള ജസ്റ്റ് ഞാൻ അത് കാണിക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിച്ച് എല്ലാം പറഞ്ഞു തരാം കേട്ടോ. സ്റ്റിക്കർ കാണിച്ചമ്മേ. പ്ലേ ഗ്രൗണ്ടിൽ പോയാ മോനെ. കുഞ്ഞു ബ്രേവ് ഗേൾ ആണോ? അപ്പൊ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, കുഞ്ഞു കരയാത്തോണ്ട്. അപ്പൊ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞിന്. ഹാപ്പി ആയി അല്ലേ? കൂടുതൽ സ്നാക്സ് ചോദിച്ചു ടീച്ചറിന്റെ അടുത്ത്. എന്തിനാ അങ്ങനെ ചോദിക്കാൻ പോയത്? അത് കുഴപ്പമില്ല. ഫണ്ണായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഏതാ? പൊട്ടറ്റോ എന്നോ? ഫ്രഞ്ച് ഫ്രൈസോ? തിന്നോ? വെള്ളമൊക്കെ കുടിച്ചോ? ഹാപ്പിയാണ്. അപ്പോൾ ദേവുവിന് നാളെയാണ് പ്രീ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 എണ്ണം ഉണ്ട്. ഒന്ന് പെയ്ഡ് പ്രീ സ്കൂളുണ്ട്, അതെന്ന് പറഞ്ഞാൽ 4 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ. പിന്നെ 4-നും 5-നും ഇടയ്ക്കുള്ളവർക്ക് VPK എന്ന് പറയുന്നത്. അപ്പം ഈ 2 എണ്ണമാണ് പ്രീ സ്കൂളിനകത്ത് വരുന്നത്. പെയ്ഡ് പ്രീ സ്കൂളും VPKയും. അപ്പോൾ ഇവള് പെയ്ഡ് പ്രീ സ്കൂളിലാണ് കേട്ടോ. അപ്പം നാളെ അവളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ക്ലാസ്സായിട്ടൊന്നുമില്ല, പഠിക്കുക, എന്താ പറയുന്നത്, കളിയും കാര്യങ്ങളും ഒക്കെ അതിൽ കൂടെ പഠിക്കുക. അല്ലാതെ സിലബസോ അങ്ങനെ ഒന്നുമില്ല, ഹോംവർക്കോ അങ്ങനെ ഒന്നുമില്ല, എല്ലാം കളി മാത്രമേ ഉള്ളൂ അങ്ങനത്തെ. അപ്പം അതിനകത്ത് അങ്ങനെ ഉള്ളൊരു, സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അംഗൻവാടി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഡേ കെയർ എന്നൊക്കെ പറയാം. പക്ഷേങ്കിൽ അതിന് തന്നെ ഇത്രയും ഫോം അവർ തന്നിട്ട് ഇച്ചിരി നേരം അതവിടെ ഇരിക്കട്ടെ. ഇതൊന്നും പറയാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഫോം അവർ തന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്, ബാക്കി നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. അവിടെ നിൽക്ക്. അപ്പം എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം കേട്ടോ. അപ്പോൾ രാവിലെ ദേവുവിന് ക്ലാസ് തുടങ്ങും. അല്ല, രാവിലെ എണീക്കണം നാളെ. പക്ഷെ ഞാൻ പെട്ടെന്ന് ഇപ്പോഴാണ് ഞാൻ ആ ഫോം ഫില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ലേറ്റായിട്ടേ എല്ലാം ചെയ്യത്തുള്ളൂ. അപ്പം ഇതിനകത്ത് പിന്നെ 5 വയസ്സ് കഴിഞ്ഞാലേ പ്രോപ്പറായിട്ട് സ്കൂളിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അമേരിക്കയിൽ കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൻഡർ ഗാർഡൻ സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, കിൻഡർ ഗാർഡൻ സ്കൂളിങ്. ഇതെന്ന് പറഞ്ഞാൽ പ്രീ സ്കൂളാണ്. പ്രീ സ്കൂളിൽ തന്നെ 2 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് പെയ്ഡ് പ്ലേ സ്കൂളും പെയ്ഡ് പ്രീ സ്കൂളും പിന്നെ VPKയും. അപ്പോൾ ഇവള് പെയ്ഡ് പ്രീ സ്കൂളാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് 4 വയസ്സ് കഴിയുമ്പോൾ അവളെ എന്താ പറഞ്ഞേ VPKയിലോട്ട് ചേർക്കാൻ പറ്റും.
അപ്പം നമുക്ക് ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് ഓടിച്ച് പറയാം. ചിലപ്പം ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഡൗട്ടായിരിക്കും എന്തായത്. ഇപ്പം എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം എനിക്കിങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്കപ്പോൾ തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്ലാസ്സിൽ ഇപ്പം എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവരുടെ ക്ലാസ്സിൽ 20 കുട്ടികളെ മാത്രമേ എടുക്കത്തുള്ളൂ അവർ. ഇപ്പം പെയ്ഡ് പ്രീ സ്കൂൾ ആണെങ്കിലും VPK ആണെങ്കിലും ശരി 20 പേരെ എടുക്കത്തുള്ളൂ. ഈ 20 പേര് ആദ്യം ആരാണോ അവിടെ എന്താ പറയുന്നത് അഡ്മിഷൻ എടുക്കുന്നത് അവർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ ഈ അഡ്മിഷൻ എടുത്തത് എനിക്ക് തോന്നുന്നു 6-7 മാസം മുന്നേ എടുത്ത അഡ്മിഷനാണ്. അപ്പം ഞങ്ങൾ തിരക്കിയപ്പോൾ തന്നെ എനിക്കൊന്നു 3 സീറ്റ് എന്തോ ഉള്ളായിരുന്നു ബാക്കി. ആ 3 സീറ്റ് ഭാഗ്യത്തിന് നമുക്ക് കിട്ടി കേട്ടോ, ആ സമയത്ത് എടുത്തതുകൊണ്ട്. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നെങ്കിൽ അവൾക്ക് ഈ വർഷം എന്താ പറയുന്നത് ചേരാൻ പറ്റത്തില്ലായിരുന്നു, അടുത്ത വർഷം വരെ, അല്ലെങ്കിൽ വേറെ സ്കൂൾ നോക്കേണ്ട വരും, അങ്ങനെ വന്നതിന്. അവിടെ പോയിരുന്നിട്ട്. അപ്പം ഇങ്ങനെ പ്രീ സ്കൂളിലൊക്കെ വിടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6-7 മാസം മുന്നേ തന്നെ നമ്മളതെല്ലാം തിരക്കി വെക്കണം കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു അഡ്മിഷൻ എടുക്കാൻ. നേരിട്ട് അവിടെ പോയിട്ട് അങ്ങനെ അഡ്മിഷൻ എടുക്കുക. ഇവർക്ക് അങ്ങനെ ഇൻ്റർവ്യൂ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഏത് കുട്ടികളാണെങ്കിലും അവർ ചേർക്കും, അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഫീസും ഓരോ സ്കൂളിനും ഓരോ ടൈപ്പ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവൾക്ക് പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവളിപ്പോൾ ആഴ്ച 2 ദിവസമേ പോകുന്നുള്ളൂ, 2 ദിവസം, അത് ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഫീസ് അതിനനുസരിച്ചായിരിക്കും. ചില കുട്ടികൾക്കാണെങ്കിൽ എല്ലാ ദിവസവും 5 ദിവസവും പോകേണ്ടവരുണ്ടാവും, അവർക്ക് വേറെ ആയിരിക്കും. പിന്നെ അതുപോലെ സ്കൂള് വ്യത്യാസം വരുന്നതിനനുസരിച്ചും കുട്ടികളുടെ ഫീസിനും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പം പെയ്ഡ് പ്രീ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഈ ഒരു യെല്ലോ പേപ്പറിൽ എന്താണെന്ന് വെച്ചാൽ ദേവുവിന് ഒരു ബാഗ് കൊടുത്തു വിടണം. ആ ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ടീച്ചേഴ്സിനും പേരൻസിനും കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ന്യൂസ് ലെറ്റർ, കറസ്പോണ്ടൻസ് ഫ്രം മൈ ടീച്ചർ, പിന്നെ മൈ പ്രൊജക്ട്സ്, അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ. പിന്നെ അവളുടെ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രസ്സ്, അണ്ടർ ഗാർമെൻറ്റ്സ്, സോക്സ്, അതും എക്സ്ട്രാ കൊടുത്തു വിടണം. പിന്നെ ഒരു ക്ലോസ്ഡ് ടോ ഷൂസ് ഓർ സ്നീക്കേഴ്സ്, അതായത് ഒരു അടഞ്ഞിരിക്കുന്ന ടൈപ്പ് ഷൂസ്, അത് ഒരെണ്ണം കൊടുത്തു വിടണം. പിന്നെ പിന്നെ അവളുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്. ഈ ഒരു അഡ്മിഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇവൾക്കൊരു ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. എന്നിട്ട് അടുത്ത ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ വേണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോം കൂടെ ഇതിൻ്റെ കൂടെ ഇവിടെ കൊടുക്കണം. അപ്പോൾ അതാണ് ഇത്. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ തുമ്മലോ അല്ലെങ്കിൽ ചുമയോ വരുവാണെങ്കിൽ പെട്ടെന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ മറയ്ക്കാൻ ശീലിപ്പിക്കണം. അതായത് തുമ്മലോ ഇത് വരുവാണെങ്കിൽ ഇങ്ങനെ മറയ്ക്കണം. പിന്നെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൈ കഴുകാൻ. പിന്നെ അതുപോലെ തന്നെ മാനേഴ്സ്, പ്ലീസ്, താങ്ക് യു, അങ്ങനത്തെ ഇതൊക്കെ. പിന്നെ എപ്പോഴും കട്ടിങ് ചെയ്യുന്നത് എന്താ പറയുന്നത്, ചൈൽഡ് സിസേഴ്സ് വെച്ച് മാത്രം കട്ട് ചെയ്യാം. അതാണ് ഇതാ. ഓക്കെ. ഇതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇനി പനിയോ വല്ലതും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇത് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് അവർ പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഫ്ലൂ വാക്സിൻ എടുക്കാൻ മറക്കരുത്. പിന്നെ കുട്ടികൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും പെട്ടെന്ന് ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കുക. ജേംസ് സ്പ്രെഡ് ആവാതെ സൂക്ഷിക്കുക, അത് കൈ വാഷ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് വരുത്താനിരിക്കുക.
അതുപോലെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ഫ്ലൂ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ സ്കൂളിൽ പരമാവധി വിടാതിരിക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ആദ്യത്തെ 1-2 ദിവസം നമ്മൾക്ക് ക്ലാസ് റൂം വരെ കൊണ്ടുവിടാം. പക്ഷെ അതിന് ശേഷം നമ്മൾ ക്ലാസ് റൂമിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കാറിൽ തന്നെ നമ്മളവിടെ സ്കൂളിൽ വന്ന് നിർത്തുമ്പോൾ തന്നെ ആ ടീച്ചേഴ്സ് ആരാണോ ക്ലാസ് ടീച്ചർ അവർ നമ്മൾ ഇത് കാണിക്കണം. അതായത് അവളുടെ നെയിം കാണിക്കുക. അവളുടെ നെയിം കാണിക്കുമ്പോൾ അവർ തന്നെ നമ്മുടെ അവിടെ വന്ന് ഡോറ് തുറന്ന് മോളെ എടുത്തുകൊണ്ട് പൊക്കോളും. അതായത് നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഇതുപോലത്തെ ഒരു എന്താ പറയുന്നത് ഷീറ്റ് ഉണ്ടല്ലോ, അവർ പേരെല്ലാം എഴുതി തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്കൂളിലോ എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു ഇതിനകത്ത് കാണിച്ചേക്കുന്ന എല്ലാ ഫെസിലിറ്റീസിലും ഉണ്ട് എന്ന് പേരൻസ് ഉറപ്പ് വരുത്തുക. അതായത് അവിടെ എന്താ പറയുന്നത്, കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടോ, നല്ല സർവീസ് ആണോ, പിന്നെ അതുപോലെ തന്നെ ടോയ്സ് അത്യാവശ്യം അവരുടെ ഏജിനും അവരുടെ ഡെവലപ്മെൻറ്റിനും പറ്റുന്ന തരത്തിലുള്ള ടോയ്സ് ആണോ അവിടെ ഉള്ളത്. അതുപോലെ കുട്ടികളെ പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അവരെ മാറ്റി ഇരുത്താറുണ്ടോ, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വന്നു, പനി വന്നു, അപ്പോൾ അവരെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യിക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടോ. അങ്ങനെ നമ്മുടെ പോകുന്ന സ്കൂള് ഈ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് എന്ന് പേരൻസ് ഉറപ്പുവരുത്തുക. അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ആട്ടോ ഇത്. അടുത്ത ഈ പിങ്ക് ഫോം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പോട്ടി ട്രെയിനിങ്ങിന്, അതായത് പോട്ടി ട്രെയിൻഡ് പോളിസീസ്, അതായത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പോട്ടി ട്രെയിനിങ്ങിൽ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഓക്കെ, അതിൽ ആദ്യം പറയുന്നത് കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അവർ പറയുന്നുണ്ടോ, അത് ആണോ. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ അവർ തന്നെത്താനെ ഉടുപ്പ് ഊരിയിട്ട് ഇരുന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ഉടുപ്പ് തിരിച്ചിട്ട് ഫ്ലഷ് ചെയ്ത് കൈയെല്ലാം വാഷ് ചെയ്യാൻ അവർക്കറിയാമോ. പിന്നെ ഓക്കെ, ഇനി കുട്ടികൾക്ക് റിമൈൻഡേഴ്സ് ഇല്ലാതെ തന്നെ ടീച്ചേഴ്സ് എന്തായാലും റിമൈൻഡ് ചെയ്യും എന്നാണ് അവർ പറയുക. അതായത് ബിഫോർ മീൽ ആഫ്റ്റർ മീൽ എല്ലാ കുട്ടികളോടും ചോദിക്കും, ടോയ്ലറ്റിൽ പോകണോ ചോദിക്കും. ഇല്ലാതെ തന്നെ അവർ അത് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ സ്പെൻഡിങ് ദ ടൈം അവരുടെ വർക്ക്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഏതെങ്കിലും ഒരു കുട്ടിക്ക് പോട്ടി ട്രെയിനിങ് അറിയത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി ടീച്ചേഴ്സ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തേണ്ടതായിട്ട് വരും. അപ്പം അവർ മറ്റു കുട്ടികളോട് ട്രെയിൻ ചെയ്യേണ്ട ടൈം കൂടെ അതിന് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അത് കുട്ടികൾ, അതായത് അച്ഛനമ്മമാർ അത് ശ്രദ്ധിക്കണം, അവരെ ട്രെയിൻ ചെയ്യിക്കണം. അപ്പം നമ്മൾ അതിനകത്ത് സൈൻ ചെയ്ത് കൊടുക്കണം. അതേ കുട്ടിക്ക് എല്ലാം അറിയാം, ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ള ഒരു സിഗ്നേച്ചർ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതാണ്. അപ്പം ഞാനത് പോട്ടി ട്രെയിനിങ്ങിൻ്റെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ സൈനൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നതെന്ന്. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ കുട്ടികളെ പറ്റി അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം, അവരുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ്, അവരുടെ ഫേവറേറ്റ് ടോയ് എന്താ, ഫേവറേറ്റ് ബുക്ക് എന്താ, ഫേവറേറ്റ് കളർ ഏതാ, ആനിമൽ ഏതാ, പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്ത് കാര്യമാണ്, അവരേറ്റവും നല്ലത് എന്ത് കാര്യത്തിലാണ്, ഇനി സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ പേരെന്താണ്, ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ പേരൻസ്, അങ്ങനെ അവരെ പറ്റി ഫുള്ള് അവരുടെ ഫേവറേറ്റ്സ് ഇല്ല ഇൻട്രസ്റ്റ് ടീച്ചേഴ്സിന് അറിയാനുള്ളത് ഒരു ഫോമാട്ടോ. ഓക്കെ, അപ്പോൾ ദേവുവിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ഫോം എന്താണെന്ന് വെച്ചാൽ
attach this list of statement unto the enrollment application to comply with the DCF requirement. DCF റിക്വയർമെൻറ്റിൻ്റെ എന്തൊക്കെയോ കുറേ സെക്ഷൻസ് ഉണ്ട്, അതെല്ലാം കറക്റ്റായിട്ട്, അതായത് അവർ തന്നിട്ടുണ്ടോ, അവർ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അത് എനിക്ക് സത്യത്തിൽ ശരിക്കും അറിഞ്ഞുകൂടാ എന്താണെന്ന്. എന്തായാലും പേരൻസിൻ്റെ സിഗ്നേച്ചറും ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതും ഇതിനകത്ത് അങ്ങ് ആക്കുക കേട്ടോ. അതെ ഇതാ കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ദേവുവിൻ്റെ സ്കൂളിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഫോം, അതായത് അവിടുത്തെ ട്യൂഷൻ കോൺട്രാക്റ്റ് എന്ന് പറയും. അപ്പം ഇപ്പം അവളുടെ സ്കൂളിൻ്റെ ട്യൂഷൻ കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതും ഉപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഫീസ് അടയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ ഫീസ് അടയ്ക്കണം, ലേറ്റ് ആകാൻ പാടില്ല, അത് കഴിഞ്ഞ് 15-ാം തീയതിക്ക് മുന്നേ അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിപ്പം പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിന് വയ്യായിരുന്നു കുറച്ച് ദിവസം, അത് അവരുടെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇതിനകത്ത് ഒരെണ്ണം പേരൻസ് കോപ്പിയും ഒരെണ്ണം അവരുടെ കോപ്പിയും കേട്ടോ. പിന്നെ പറയുന്നത് ഇപ്പം ഉദാഹരണം കുട്ടികൾ നമ്മൾ ചേർത്തു, ഇപ്പം അവരെ വേറെ സ്കൂളിൽ മാറ്റി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി അടച്ച ഇതൊക്കെ തിരിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്യൂഷൻ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്തത്, ഇത് ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. അതായത് ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അതായത് അവളെ പഠിക്കുന്ന സ്കൂളിലെ അസിസ്റ്റൻറ്റ് ടീച്ചർ, ഇത് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ, ഇതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യം. ആളെക്കുറിച്ച് എങ്ങനെ, ആളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പിന്നെ ആളെങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ ആളുടെ ഫേവറേറ്റ് കളർ ഏതാണ്, സ്റ്റോർ ഏതാണ്, സ്നാക്ക് ഏതാണ്, ഫേവറേറ്റ് ഡ്രിങ്ക് ഏതാണ്, ഫേവറേറ്റ് ഹോളിഡേ ഏതാണ്, ഫുഡ് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. മേ ബി ഒരു ടീച്ചേഴ്സ് ഡേ വരുവാണെങ്കിൽ നമുക്ക് അവർക്ക് ഇവരുടെ ഫേവറേറ്റ് എന്തെങ്കിലും ഒരു കാര്യം സമ്മാനമായിട്ട് കൊടുക്കാനോ, അല്ലെ അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അവരെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. പ്രീ കെ വെൽക്കം ലെറ്റർ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ പ്രീ കെ, അതായത് ദേവു പ്രീ കെ ആണല്ലോ, അപ്പം അവിടുത്തെ വെൽക്കം ലെറ്റർ കേട്ടോ. മൈ നെയിം പിന്നെ ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പഠിക്കുന്നതെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇതിനകത്തെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവരെന്തൊക്കെയാണ് പഠിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മൾ മ്യൂസിക്, വി വിൽ ബി യൂസിങ് മ്യൂസിക്, മാഗ്നറ്റിക് സ്റ്റാമ്പ്, വുഡൻ പീസസ്, അവരുടെ മോട്ടോർ സ്കില്ലിന് വേണ്ടി, ഹാൻഡ് റൈറ്റിങ്ങിന് വേണ്ടി കുറേ കാര്യങ്ങൾ, കളറിങ്, കൗണ്ടിങ്, ബിൽഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ബോഡി പാർട്സ് പഠിപ്പിക്കും, പിന്നെ ചോക്ക് വെച്ചുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ഒക്കെ പഠിപ്പിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതിനകത്ത് തന്നെ പറഞ്ഞേക്കുള്ള എങ്ങനെയാണ് ഓരോ ലെറ്റർ എഴുതുന്നത്, അങ്ങനത്തെ ഇതെനിക്ക് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ വെൽക്കം ലെറ്റർ കേട്ടോ. പിന്നെ സ്കൂളിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഫിംഗർ വെച്ച് കളിക്കുക, പിന്നെ ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു മാഗസീനകത്തൊക്കെ കുറച്ച് കട്ടിങ്സ് ഒക്കെ എടുക്കുക, പിന്നെ ലെഗോസ് വെച്ച് കളിക്കുക, ക്ലേ ഒക്കെ വെച്ച് ആക്കുക, പിന്നെ അതുപോലെ ടോയ്സ് വെച്ച് കളിക്കുന്നത് എങ്ങനെയാണ്, വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്യാൻ വേണ്ടി, ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം അതാണ് ഇത്. ഇതൊരു എന്താ പറയുക, നമുക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇത് ഒരു വെൽക്കം എന്താ പറയുക, വെൽക്കം ലെറ്ററാണേ. കണ്ടോ അവരെന്തൊക്കെ പഠിപ്പിക്കും എന്നുള്ളത്, ക്യാപിറ്റൽ ഫോം എങ്ങനെയാണ്, ഇതെങ്ങനെ പഠിപ്പിക്കും, പിന്നെ 1 2 3 എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പിന്നെ വീട്ടിൽ വന്ന് അവർ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇഫ് ചിൽഡ്രൻ കം ഹോം ഫ്രം സ്കൂൾ വിത്ത് പെയിൻറ് ഓൺ ദെയർ ക്ലോത്ത്സ്,
അതായത് നമ്മുടെ വീട്ടിൽ വരുമ്പം ഡ്രസ്സൊക്കെ ഒരുപാട് അഴുക്കാവും. അങ്ങനെയാണെങ്കിൽ ബി ഗ്ലാഡ് ദേ ആർ ഡെവലപ്പിംഗ് ഓൾ ദ എബോവ് സ്കിൽസ് ആൻഡ് മോർ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെൻസറി ഡെവലപ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അഴുക്കായാലും നിങ്ങൾക്ക് ദേഷ്യം വരില്ല, അവരിതൊക്കെ പഠിക്കുന്നുണ്ടെന്ന്. അതായത് സെൻസറി ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഐ ഡെവലപ്മെൻറ്റ്, ഐ ഹാൻഡ് കോർഡിനേഷൻ, കോയാക്റ്റീവ് ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചുമ്മാ ഒരു പേപ്പർ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഡ്രോപ്പ് ഓഫും പിക്കപ്പും കുഞ്ഞിനെ ചെയ്യേണ്ടതിൽ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, children are not allowed to drop off in the morning before 8:20, in the afternoon before 12:30 due to staffing. Do not protect staff. അതായത് അവളുടെ ടൈം രാവിലെ 8:30 തൊട്ട് 11:30 വരെയാണ് അവളുടെ. അപ്പോൾ 8:20 ശേഷം മാത്രം വന്നാൽ മതി, അതിന് മുന്നേ വരേണ്ട ആവശ്യമില്ല എന്ന്. കാരണം സ്റ്റാഫുകളും അപ്പോഴേ വരുള്ളൂ. അതുപോലെ ഇതിൻ്റെ കാര്യങ്ങൾ, അതായത് ഡ്രോപ്പ് ഓഫ് ടൈമിൽ, അതായത് കുട്ടികളെ വിടുന്ന ടൈമിൽ നിങ്ങൾ പാർക്കിങ്ങിൽ തന്നെ ഇരുന്നാൽ മതി. എന്നിട്ട് ഞാൻ കാണിച്ചില്ലേ ഇത് നമ്മൾ കാണിക്കുമ്പോൾ അപ്പോഴത്തേക്ക് ടീച്ചർ വന്ന് വിഷ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരും. അപ്പം യു വിൽ സൈൻ യുവർ ചൈൽഡ് ഇൻ ഓൺ ദ അറ്റൻഡൻസ് തരും. അപ്പോൾ അവരുടെ കയ്യിൽ അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടാവും, അതിനകത്ത് പേരൻസ് സൈൻ ചെയ്യണം. അത് ഇനി ഇൻ കേസ് നമ്മൾ ലേറ്റ് ആയിപ്പോയി കുഞ്ഞിനെ വിളിക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഓരോ മിനിറ്റിനും $1 വീതം ഫീ അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഇനി 11 മിനിറ്റ് കൂടുതലായാൽ $25 അടുപ്പിച്ച് ഫീ ഇത് അടയ്ക്കേണ്ടി വരും. ലേറ്റ് റിസ്ക് വിത്ഡ്രോവൽ ഫ്രം ദ പ്രോഗ്രാം. ഇനി തുടർച്ചയായിട്ട് എപ്പോഴും ലേറ്റ് ആവുകയാണെങ്കിൽ കുട്ടിയെ ഈ സ്കൂളിൽ നിന്ന് തന്നെ ഔട്ടാക്കും എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞങ്ങൾ തന്നെ ഫുഡും ജ്യൂസും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇൻ കേസ് നിങ്ങൾ കൊടുത്തു വിടുവാണെങ്കിൽ വാട്ടർ ബോട്ടിലിന്റെ കാര്യങ്ങൾ, വാട്ടർ ബോട്ടിൽ നല്ലതായിട്ട് അതായത് സ്പിൽ പ്രൂഫ് ആയിരിക്കണം, അതുപോലെ ചെറുതായിരിക്കണം, അത് സ്ഥലം കുറവാണ് ഒരു റൂമിൽ. അത് എന്താന്ന് വെച്ചാൽ കുഞ്ഞിന് വെള്ളം എങ്ങാനും പോയി അതെല്ലാം പേപ്പറും എല്ലാം അഴുക്കാകും. അപ്പം അതൊന്നും പറ്റാതിരിക്കാനാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അറൈവൽ ടൈം പോളിസി. അതായത് ഓക്കെ, ക്ലാസ് 8:30 തുടങ്ങുന്നത്. 9 മണിക്ക് മുമ്പെങ്കിലും എല്ലാവരും വരണം. ഇനി 9 മണിക്ക് ശേഷമാണെങ്കിൽ അതിന് എന്തെങ്കിലും ഡോക്ടറിന്റെ നോട്ടും കൂടിയിട്ടേ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് പ്രത്യേകിച്ച് കാണിക്കുന്നൊന്നുമില്ല. അതായത് ഡിയർ പേരന്റ്, അതായത് നിങ്ങൾ വാക്സിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പറയുക, അതിന് വേണ്ടിയിട്ടൊരു സ്ലിപ്പ്. അതുപോലെ ഇതെന്താ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമും പിന്നെ ഇതിനകത്ത് ന്യൂസ് ലെറ്ററും കാര്യങ്ങളും, ന്യൂസ് ലെറ്റർ, ഇൻവോയ്സ് എന്ന് ഒക്കെ ഇതിനകത്ത് ഈ ഫയലിൽ തന്നെ വെച്ച് ആ ബാഗിനകത്ത് കൊടുത്തു വിടണം. അപ്പൊ അവർക്ക് എന്തെങ്കിലും ടീച്ചേഴ്സിന് എന്തെങ്കിലും പേരൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഓരോ സ്കൂളിനും ഓരോന്നായിരിക്കും. സ്കൂളിന്റെ കലണ്ടറാണ്, ഏതൊക്കെ ദിവസമാണ് സ്കൂളില്ലാത്തത്, പിന്നെ എന്തൊക്കെ ലേബർ ഡേ എന്നാണ്, പിന്നെ അതുപോലെ മാർട്ടിൻ ലൂതർ കിങ് ഡേ, വാലന്റൈൻസ് ഡേ എന്നാണ്, ഫൺ ഫെസ്റ്റ് എന്നാണ് നടക്കുന്നത്, സ്കൂളിന്റെ സ്പ്രിംഗ് ബ്രേക്ക് എന്നാണ്. അങ്ങനത്തെ സ്കൂളിന്റെ കലണ്ടറാണ് ഇത്. ഇത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇത് ഓരോ സ്കൂളും ഓരോ എനിക്കറിയത്തില്ല. പിന്നെ ഇതെന്താന്ന് വെച്ചാല് ഓക്കെ, ആദ്യത്തെ 1-2 ആഴ്ച കുഞ്ഞ് വരുമ്പോ കുഞ്ഞിന്റെ ഡ്രസ്സിൽ അവളുടെ പേര് ഇതുപോലെ ഇവരിങ്ങനെ ഒരു എന്താ പറയുക സ്റ്റിക്കർ തന്നിട്ടുണ്ട്, അത് ഒട്ടിച്ചു വെച്ച് കൊടുക്കണം. കാരണം ടീച്ചേഴ്സിന് ആ കുട്ടികളുടെ പേര് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അവരൊന്ന് ഫെമിലറൈസ് ആകാൻ വേണ്ടിയിട്ട് ഇത് അവരുടെ ഡ്രസ്സിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് അവരുടെ ബാഗിലോ അല്ലെങ്കിൽ അവരുടെ എനിക്കൊന്ന് അവരുടെ ബാഗിലോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം. ഇതാണ് അവരുടെ ന്യൂസ് ലെറ്റർ എന്ന് പറയുന്നത്. ന്യൂസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ
ഓരോ മാസം നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഓരോ മാസത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ഇതുപോലെ ന്യൂസ് ലെറ്റർ ആയിട്ട് തരും. ഇതിപ്പോൾ ഓഗസ്റ്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയാണ് സ്കൂൾ ക്ലോസ് ചെയ്യുന്നതെന്നാണ് ഓപ്പൺ, അതായത് ഓൾറെഡി ഒരു കലണ്ടർ ഉണ്ട്. അത് കൂടാതെ ഓരോ മന്തിന് ഇതുപോലെ ഒരു ന്യൂസ് ലെറ്റർ ഉണ്ട്. പിന്നെ ഇനി 2000 അതും കൂടാതെ ഇതുപോലൊരു കലണ്ടറും ഉണ്ട്. ഓരോ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരത് ഇതിനകത്ത് എഴുതും. പിന്നെ ഇവർക്കൊരു ആപ്പ് ഉണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും ഇൻഫർമേഷൻ, ഇപ്പം ക്ലാസ് ഇല്ല, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഇത് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവര് ഈ ഒരു ആപ്പ് വഴിയാണ് ആക്കുന്നത്. ഒന്നെങ്കിൽ ഈ ആപ്പിൽ കയറാം, അല്ലെ ഈ ആപ്പ് ഒരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരത് നമുക്ക് SMS ആയിട്ടും അയക്കും. അപ്പം അതിനു വേണ്ടി ആപ്പ് അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ സ്കൂളിൻ്റെ പ്രൈവസി അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇനി അവസാനത്തെ ഇതെന്താന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ അസിസ്റ്റന്റ് ടീച്ചറിന്റെ ആരാണ്, അവരുടെ ഡീറ്റെയിൽ എല്ലാവരാണ്. ഇത് അവളുടെ ക്ലാസ് ടീച്ചറിനെ കുറിച്ചാണ്. അപ്പൊ അവളുടെ ക്ലാസ് ടീച്ചറിന്റെ പേര് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ, പേരൊന്നും. അപ്പൊ ആളെന്താണ്, ഏത് നാട്ടുകാരിയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എത്ര നാളായി ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നു, പിന്നെ ആളുടെ ഫേവറേറ്റ് കളർ ഏതാണ്, ഫേവറേറ്റ് സ്നാക്ക് ഏതാ, ഡ്രിങ്ക് ഏതാ, അങ്ങനെ എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ഫയൽ. ഇത്രയും സംഭവങ്ങളുണ്ട് ഇതിനകത്ത് കേട്ടോ. ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ഈ ഒരു ഫയൽ എന്ന് പറഞ്ഞാല്. അപ്പം രാവിലെ 8:30 ദേവിന് പോകണം. അപ്പൊ എനിക്ക് രാവിലെ എണ്ണിക്കണം. അതിനുണ്ട് ഇപ്പൊ തന്നെ സമയം ഏകദേശം 10:30 കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ ഫില്ല് ചെയ്യാൻ വലുതായിട്ട് കാര്യമൊന്നുമില്ല, 2-3 എണ്ണത്തിനകത്ത് സൈൻ ചെയ്യണമായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇനി രാവിലെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അവളുടെ ദേവുവിന്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളേ. ഇനി നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, കേട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. താങ്ക് യു.